റൈഡർ സ്ലീറ്റ് ബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ലീറ്റ് ബോയുടെ ഫ്രണ്ട് ടയർ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് ടയർ പറ്റ തീർന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ടയർ മാറ്റാൻ പോകണം. പക്ഷേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം വണ്ടി ഉപയോഗിക്കാത്തവരായിട്ട്, വീട്ടിൽ വാഹനം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. അപ്പം അവരുടെ എല്ലാവരുടെയും വാഹനത്തിൽ ടയറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണുക, ആ ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നമ്മുടെ ഹിമാലയൻ ഉള്ളവർക്ക് എല്ലാം പ്രയോജനപ്പെടുന്ന കിടുക്കാച്ചി ഒരു വീഡിയോയും കൂടിയാണ്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇപ്പം സ്റ്റോക്ക് ടയർ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. കമ്പനിയിൽ നിന്ന് തന്ന സിയറ്റിൻ്റെ ടയർ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ടയറിൻ്റെ കോലം ഒന്ന് നോക്കിയേ, ഫുള്ള് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ കയ്യിൽ ഹിമാലയൻ ഇല്ല. അതുകൊണ്ട് ഹിമാലയൻ്റെ ടയർ മാറ്റുന്ന വീഡിയോ അല്ലേ ഇത്. അത് നമുക്ക് കാണണ്ടെന്ന് പറഞ്ഞാൽ ആരും സ്കിപ്പ് അടിച്ച് പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടയർ, ഏതൊരു വണ്ടിയുടെ ടയർ ആയാലും അതിനകത്ത് കമ്പനി മുതൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ട്. പലരുടെയും ഡൗട്ടാണ് അവരവരുടെ ടയറിൽ എത്ര പ്രഷർ അടിക്കണമെന്ന് വരെയുള്ളത്. പക്ഷേ അതെല്ലാം ഈ ഒരു ടയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയാത്തൊരു കാര്യമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടയറിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ ടയറിനകത്തുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, നമ്മൾ 19,000 കിലോമീറ്ററിലാണ് ബാക്ക് ടയർ സിയറ്റിൽ നിന്നും അപ്പോളോയിലേക്ക് ചേഞ്ച് ചെയ്തത്. ഏകദേശം 20,600 കിലോമീറ്റർ ആയി. അപ്പോൾ 1,600 കിലോമീറ്റർ ഈ ഒരു അപ്പോളോയുടെ ബാക്ക് ടയർ യൂസ് ചെയ്തിട്ടുള്ള ചെറിയ ഒരു ഓണർഷിപ്പ് റിവ്യൂവും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ കിലോമീറ്റർ ഒന്ന് കാണിച്ചു തരാം കണ്ടോ. 20,636 കിലോമീറ്റർ ആണ്. റോസ്മല പോയ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ചെളിയിലൂടെയും പിന്നെ അത്യാവശ്യം തെറ്റി കിടക്കുന്ന റോഡിലൂടെയും ഞാൻ ഈ ഒരു ടയർ യൂസ് ചെയ്തു. ഒപ്പം തന്നെ നമ്മുടെ നെല്ലിയാമ്പതി ഒരു പോളി ഓഫ് റോഡ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പം ആ ഒരു ഓഫ് റോഡ് വീഡിയോ നമ്മൾ അടിച്ചായിരുന്നു. പിന്നെ ഏകദേശം ഇവിടുന്ന് പാലക്കാട് വരെ പോയി വന്ന ഓൺ റോഡ് എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോളോ ഹിമാലയ ഉപയോഗിക്കുന്നവർക്ക് അപ്പോളോ ടയർ എങ്ങനെ പ്രയോജനം ചെയ്യുമോ, പണി കിട്ടുമോ എന്നുള്ളതല്ല. അങ്ങനെ വീണ്ടും നമ്മൾ കുന്നിക്കോട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മയുടെ വണ്ടിയുടെ ടയർ മാറി വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഈ ഒരു ഷോപ്പ്. അപ്പം വീണ്ടും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ മാറുന്നത്. രാവിലെ നല്ല തിരക്കാണെന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ വേണമെങ്കിൽ ഒന്നുകൂടെ കണ്ടോ. നല്ല പ്രഷറും നല്ല കുറവായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കട്ടയില്ലാത്തതുകൊണ്ട് ഞാൻ ഓവർ പ്രഷർ അടിക്കാറില്ലായിരുന്നു. അത് വേറെ 2 കസ്റ്റമേഴ്സ് ടയർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മളും കൂടെ കയറി ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കുളമാക്കണ്ട. അതുകൊണ്ട് അവർ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കയറാം. ഇനി ഈ ഒരു ടയറിനകത്ത് ലേബൽ എഴുതിയിരിക്കുന്ന കാര്യത്തിൽ ആദ്യം അതിൻ്റെ കമ്പനിയും അതിൻ്റെ ലോഗോയും ആണ്. ഇത് മിച്ചലിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ടയറാണ്. ഇതിൻ്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കേട്ടോ ഇതിൻ്റെ സൈസ് എഴുതിയിട്ടുണ്ട് 130, 70, 17. അതിനകത്ത് ഈ 130 എന്ന് പറയുന്നത് ഇതിൻ്റെ വീതിയാണ് കേട്ടോ. ഈ ടയറിൻ്റെ വീതിയാണ് 130. 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറിൻ്റെ ഉയരമാണ്. പക്ഷേ ആ ഒരു ഉയരം കാണിക്കുന്നത് 70 അല്ല, അത് 70% ആണ്. അതായത് 130 × 70%. അതാണ് അതിൻ്റെ ഉയരം. ഇതിൻ്റെ തൊട്ടടുത്ത വര സൂചിപ്പിക്കുന്നത് ഇത് നൈലോൺ ടയർ ആണെന്നുള്ളതാണ് കേട്ടോ. റേഡിയലാണെങ്കിൽ 6 കാണിക്കും. പിന്നെ അവിടെ MC എന്ന് കാണിക്കുന്നത് മോട്ടോർ സൈക്കിളാണ്. 17 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമീറ്റർ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിം ഇടാനുള്ള അല്ലെങ്കിൽ അലോയ് ഇടാനുള്ള അതിൻ്റെ ഡയമീറ്ററാണ്. പിന്നെ ഇതിവിടെ വർഷം കാണിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 40-20 എന്ന് പറയുന്നതാണ് വർഷം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20ാമത്തെ വർഷത്തിലെ 40ാമത്തെ ആഴ്ച. അതാണ് അതിൻ്റെ ഉണ്ടാക്കിയ മാനുഫാക്ചറിങ് ഡേറ്റ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. മാക്സിമം എത്ര ലോഡ് താങ്ങും, 265 കിലോഗ്രാം മാക്സിമം ലോഡ് താങ്ങും. ഒപ്പം തന്നെ ഇതിനകത്ത് എത്ര പ്രഷർ അടിക്കണം ആ ഒരു ടൈമിൽ, എത്ര KPA കൊടുത്തിരിക്കുന്നത്. ചിലത് കിലോ പാസ്കലിൽ മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് PSIയിലാണ് വേണ്ടത്, 33 PSI. അപ്പോൾ കിലോ പാസ്കലിൽ മാത്രം കൊടുത്തിരിക്കുന്നത് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷറും കാര്യങ്ങളും എല്ലാം കിട്ടും. പിന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടയറിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ബൈക്കിൻ്റെ ടയറാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റ് 2 എന്നുള്ളത് അതിൻ്റെ ഒരു മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ ഏതാണെന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ ആണ്ട് ഇവിടെ ഒരു പെയിൻറ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഏറ്റവും വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടയറിൻ്റെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഭാഗമാണ്. അത് നമ്മുടെ ഈ ഒരു കാറ്റടിക്കുന്ന കുറ്റിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കുറ്റിയുടെ ഭാഗത്തായിട്ട് വരണം ഈ ഒരു പെയിൻറ്റ് മാർക്ക് ചെയ്ത സ്ഥലം. അതിനാണ് കമ്പനി പെയിൻറ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മച്ചാൻ പറയാം, നമ്മുടെ ഫ്രണ്ട് ടയറും നമ്മൾ അപ്പോളോടെ തന്നെയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. സിയറ്റ് ഇട്ടാലും മതിയായിരുന്നു. കാരണം വെച്ചാൽ 20,600 കിലോമീറ്റർ നമ്മുടെ സിയറ്റ് ഓടിയതാണ്. പക്ഷേ എന്തുകൊണ്ട് അപ്പോളോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്ക് ടയറിൻ്റെ ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് അതേ ഒരു പാറ്റേൺ തന്നെ ഫ്രണ്ടിലും കിടക്കട്ടെ. അതാകുമ്പോൾ ആ ഒരു ലുക്കും പിന്നെ
ഒരു ഫ്രണ്ട് ബാക്ക് ഒരേ പാറ്റേൺ ആകുമ്പോഴത്തേന് ഒരു രസമാണ് കാണാനായാലും പിന്നെ നമ്മൾ ഓടിക്കുമ്പോഴായാലും. അതുകൊണ്ടാണ് സെയിം പാറ്റേണിലുള്ള അപ്പോളോ തന്നെ ഞാൻ ഫ്രണ്ടിലും ചൂസ് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഞാൻ ഉറപ്പായിട്ട് C8 തന്നെ ഇടത്തോളായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ബാക്ക് ടയർ അപ്പോളോടെ പിന്നെ എത്ര നാൾ നിൽക്കുന്നു എന്ന് വെച്ച് നോക്കിയിട്ട് മാത്രമേ ഞാനിനി അടുത്ത ടയർ എന്തായാലും ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഹാഫിസിക്ക് അവിടെ ടയർ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു ബാക്ക് ടയർ അപ്പോളോ ഇട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്നുള്ളത്. ഹിമാലയൻ യൂസേഴ്സൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് തെപ്പിയിരിക്കുകയായിരിക്കും. സംഭവം C8 എങ്ങനെയാണോ അതേ ഒരു കോൺഫിഡൻസ് ആണ് ഓൺ റോഡിൽ നമുക്ക് അപ്പോളോയും തരുന്നത് കേട്ടോ. യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഓൺ റോഡിൽ അല്ലെങ്കിൽ റോഡിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ കോർണറിങ് എബിലിറ്റിയും പക്കയായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓഫ് റോഡ് ഇറങ്ങുന്ന സമയത്ത് കല്ലിൽ കൂടെ ആയാലും ചരലിൽ കൂടെ ആയാലൊക്കെ പോകുന്ന സമയത്തും നമുക്ക് അപ്പോളോ C8 പോലെ തന്നെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. അതിലും നിങ്ങൾ പേടിക്കേണ്ട. പിന്നീട് എനിക്ക് ആകെ ഫീൽ ചെയ്ത ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ തെറ്റലുള്ള റോഡിലാണ് കേട്ടോ. നമ്മൾ ആ ഒരു റോസ്മലയിൽ പോയപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെറ്റലുള്ള റോഡിൽ അല്ലെങ്കിൽ ചെളി പിടിച്ച റോഡിൽ നല്ല രീതിയിലൊരു ചെറിയൊരു സ്ക്രിഡിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു ഉറപ്പായിട്ട് നല്ല തെറ്റലുള്ള റോഡിൽ കൂടെ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ വിചാരിക്കും ഏത് ടയറിട്ട് ഓടിച്ചാലും തെറ്റലുള്ളടത്ത് സ്ക്രിഡ് ചെയ്യുമെന്നാണെങ്കിൽ ആ ഒരു വാദമൊന്നും വേണ്ട കേട്ടോ. കാരണം വെച്ചാൽ C8 നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് പല റോഡിൽ കൂടെ നിങ്ങൾ ലഡാക്കിലൊക്കെ പോയപ്പോൾ പലപ്പോഴും പല ടെറൈനിൽ കൂടെ ഓടിച്ചിട്ടും അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയൊരു രീതിയിൽ തെറ്റിലുള്ള ഭാഗത്ത് C8 അപേക്ഷിച്ചിട്ട് ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. ബാക്കി എവിടെയും നമുക്ക് അപ്പോളോ യാതൊരു വിധത്തിലുള്ള ഒരു പിന്നെ പ്രശ്നമായിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ലൊരു കോൺഫിഡൻസ് നല്ലൊരു കാര്യമാണ് തരുന്നത്. പിന്നെ ഈ ഒരു ടയർ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ C8 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തേയ്മാനം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ചൂസ് ചെയ്യാവുന്ന ഒരു ടയർ തന്നെയാണ്. അത് ഞാൻ വഴിയെ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ടയർ ബാക്കിലത്തെ ടയർ എല്ലാം പുതുപുത്തനായി കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പോളോടെ പരസ്യം കണക്ക് ഇപ്പം ഫ്രണ്ടും ബാക്കും അപ്പോളോടെയാണ് സെയിം ടയർ. ഇതിൻ്റെ ഈ കറക്റ്റ് ഇതെന്തിനാണ് ഒരേ പാറ്റേൺ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ഫോട്ടോ എടുത്ത് ആഡ് ചെയ്തേക്കാം. അപ്പം വണ്ടിയുടെ ഒരു ലുക്ക് ഞാൻ കാണിച്ചത്. 2 C8 വേണമെങ്കിൽ ഇടാവുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഈ സൈഡ് ബേസ് നോക്കിയുണ്ട്. സൈഡ് ബേസ് നോക്കുമ്പോൾ ഉള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ സെയിം പാറ്റേൺ കിടക്കുമ്പോൾ ഒരു ലുക്കാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് റൈഡൊക്കെ ചെയ്യുന്ന സമയത്തും അത് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ്. നമുക്ക് ഇനി ബില്ല് പേ ചെയ്യാം. ഇത് നമ്മുടെ വീടിനടുത്തുള്ള കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ വീട്ടിലടുത്തുള്ളൊരു പയ്യനായിരുന്നു. നമ്മുടെ കുട്ടേണ്ണ ഇവിടെ ഭയങ്കര തിരക്കില്ല. കുട്ടേണ്ണ ഇന്ന് ഭയങ്കര തിരക്കായി പോയി കേട്ടോ. അത് കഴിഞ്ഞോട്ടം വന്നപ്പോൾ കുട്ടേണ്ണ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇന്ന് കണി പോലും കാണാൻ കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വന്ന സമയം തൊട്ട് നല്ല തിരക്കിലായിരുന്നു. പിന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട്? അപ്പോൾ ഞാൻ ഈ നമ്പരും ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. എനിക്ക് ഡിസ്കൗണ്ട് മാക്സിമം തരണം, അല്ലാതെ പിന്നെ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഇത്. അപ്പോൾ മാക്സിമം നമ്മുടെ പയ്യന്മാരാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമ്മുടെ കെയർ ഓഫ് കുറച്ച് മാക്സിമം കുറച്ച് കൊടുത്തോളൂ. അപ്പോൾ അവരെന്തായാലും വിളിച്ച് തിരക്കിയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ടയർ അപ്പോളോടെ ബില്ലും കാര്യങ്ങളൊക്കെ എഴുതി തകർക്കുന്നുണ്ട്. പറ്റുബുക്കിൽ പറ്റെഴുതാനൊക്കെ ഓഫീസ് തന്നെ എന്തൊക്കെയോ എഴുതി തകർക്കുക. നിങ്ങൾ തന്നെ കൈ വെച്ചിരുന്നാൽ മതി. എന്നാ ബില്ലൊന്നും വേണ്ട, വിശ്വാസം അതല്ലേ അല്ലോ. ടാക്സ് ഉണ്ടല്ലേ. ഓക്കെ, എഴുതി തകർക്കുകയാണ്. അപ്പോൾ എന്തായാലും മാക്സിമം ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് എന്നാണ് ഓഫീസണം പറയുന്നത്. എന്തായാലും നിങ്ങൾ ടയറൊക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു പോയി. ആർക്കെങ്കിലൊക്കെ അറിയാമല്ലോ. അപ്പം ടയറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വേറെ എവിടെ നിന്നൊക്കെ കാട്ടിയും റേറ്റ് കുറച്ചാണെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ വന്ന് എടുക്കും കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇത് ഡിസ്കൗണ്ട് എത്രയാണെന്ന് അവരടുത്ത് പറയുന്നില്ല. അപ്പം കൂടുതലാണെങ്കിൽ അവരെന്നെ ചീത്ത വിളിച്ചാലോ. അപ്പോൾ ആവശ്യമെന്നാ ഓക്കെ കേട്ടോ. അപ്പം ശരി. അപ്പം നമ്മൾ നമ്മുടെ കുട്ടനെ എടുത്തിട്ട് നമ്മൾ ചെറുക്കനെ എടുത്തിട്ട് നമ്മൾ പോവാണ്. അപ്പം ഇവിടെ പയ്യന്മാരൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അമ്മമാരൊക്കെ എവിടെയാണോ എന്തോ. എടാ പോവാട്ടോ. ശരിയാക്കി പയ്യന്മാരൊക്കെ എവിടെയാണോ എന്തോ. ഹേയ് അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നു. അടിച്ചു വരും. അപ്പം നമ്മൾ ടയറും മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കുറച്ചുകൂടെ അടിച്ചോ. അടിച്ചോ കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയുടെ പെട്രോളും ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുക്കൻ ഒന്ന് ആഹ്ലാദിക്കട്ടെ. മച്ചന്മാരെ, അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയതായിട്ടൊക്കെ വീഡിയോ കാണുന്നവർ, എന്നാലേ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. നമ്മുടെ ഏറ്റവും ഭയങ്കര ഒരു ആഗ്രഹവും ലക്ഷ്യമൊക്കെ ആയിട്ടുള്ള 1 lakh ഫാമിലി അല്ലെങ്കിൽ 1 ലക്ഷം സബ്സ്ക്രൈബറിലോട്ട് അടുത്തോട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ആഞ്ഞ് ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിൽവർ പ്ലേ ബട്ടൺ, നമ്മുടെ ഡ്രീമൊക്കെ ആയിട്ടുള്ള സാധനം പെട്ടെന്ന് പോരും കേട്ടോ.
അപ്പോൾ മച്ചാമാരെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കനും ചവിട്ടിപ്പൊട്ടിച്ച് കിണി അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും മച്ചാമാരെ സൈൻ ഓഫ്. ബൈ ബൈ. ടയർസ് ലിമിറ്റഡ്.